രേഷ്മ പി തങ്കച്ചന് എത്ര വയസ്സുണ്ടെന്നും അറിയാൻ പറ്റും. അതിൻ്റെ തന്തയാകാനുള്ള പ്രായം എനിക്കില്ല. നാളെ ഒരു സമയത്ത് തങ്കച്ചനോട് ഈ രേഷ്മ പി തങ്കച്ചൻ ചോദിക്കും, താൻ എൻ്റെ തന്തയാണോടോ ചോദിക്കും. കാരണം വസ്തു കൊടുത്ത ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചു, വസ്തു കൊടുത്ത ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചു. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാനൊരു കാര്യം പറയാം, മനുഷ്യൻ വേറെ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ ഈ ലോകത്ത് നിന്ന് താഴ്ത്തിക്കളയാനും അവരെ ഈഴ്ത്തുവാനായിട്ട് നോക്കുകയുള്ളൂ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു നന്മയോ അല്ലെങ്കിൽ അവരെന്ത് കാരണമാണ് ഇത് ചെയ്യുന്നതെന്നുള്ള അറിയാതെയാണ് നമ്മളിൽ പലരും ആക്ഷേപങ്ങൾ ചൊരിയുന്നതും മറ്റുള്ളവരെ അല്ലെങ്കിൽ ഇതുപോലെ രേണുവിനെ ചുറ്റും നിന്ന് എല്ലാവരും അതായത് ബ്ലോഗർമാരാണ് അതിനകത്ത് 1, 2, 3, 4 വ്യക്തികൾ. ഇപ്പോഴാണോ മനസ്സിലായത് ഒരാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളത്? അത് നിങ്ങളുടെ മകളുടെ കാര്യം വന്നപ്പോഴാണോ നിങ്ങൾക്ക് ഇത് മനസ്സിലായത്? എൻ്റെ പൊന്നു തങ്കച്ച, നിങ്ങളെ സമ്മതിക്കണം. നിങ്ങൾക്ക് സഹായം ചെയ്ത വ്യക്തികളെ എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കാൻ ഇട്ടുകൊടുത്തിട്ട് ഇപ്പം വന്നിരുന്നിട്ട് വലിയ ഡയലോഗ് അടിച്ച് കളിക്കുക അല്ലയോ? നിങ്ങളുടെ മകള് ബിഗ് ബോസിൽ പോയതുകൊണ്ട് നിങ്ങളുടെ മകള് തീച്ചുളയിലൂടെ കടന്നു പോയതാണ് എന്നൊക്കെ പറഞ്ഞു വെച്ച് കാച്ചുന്നത്. എന്ത് തീച്ചുളയിലൂടെ പോയെന്നായി പറയണത്? നിങ്ങളുടെ മകൾ കാണിച്ച ഓരോ കൊള്ളരുതായ്മയും മറ്റുള്ളവരെ കൊണ്ടുവന്ന് അവരെ നാറ്റിച്ച് അവർക്ക് ഹൈത്താങ് ചെയ്തവരെ എല്ലാം നാറ്റിച്ചിട്ട് നിങ്ങളുടെ മകൾ ചെയ്തു വെച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞവർക്കെതിരെയും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ്. ഇപ്പം മകൾ ബിഗ് ബോസിലേക്ക് പോയതും PR വർക്കിനെ എല്ലാം സെറ്റ് ചെയ്ത് കണ്ടമാനം PR വർക്ക് നടക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രേണുവിന് വേണ്ടി PR വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവർ ഓൺലൈൻ മീഡിയകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഫേക്ക് ഐഡികൾ വെച്ചുകൊണ്ട് നല്ല കമന്റുകൾ ഇട്ടുകൊണ്ടിറങ്ങിയിട്ടുമുണ്ട്. എന്തൊക്കെ ആയാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്തെങ്കിലും ഒതളങ്ങ ചെയ്താലേ അവിടെ നിൽക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള മത്സരാർത്ഥികൾ ആരും മൊണ്ണന്മാരല്ല, അവരെ അടിച്ച് പുറത്താക്കി കളയും. അത് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ പുറത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ടൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, പക്ഷെങ്കിൽ സത്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഒത്തിരി നാളൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് പുറത്തു പോകും. ഇനി നമുക്ക് ഇവര് ബിഗ് ബോസിന്റെ അകത്ത് പോയപ്പോൾ ഇനി അടുത്ത ഇന്റർവ്യൂ ആണല്ലോ, അതായത് കുടുംബങ്ങളുടെ, അതായത് രേണുവിന്റെ കുടുംബക്കാരെ അവരെ വെച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങൾ കാണാം. അത് മാത്രവുമല്ല, ഇതിന്റെ അകത്ത് വേറൊരു ട്വിസ്റ്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ കാര്യവും ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞു തരാം. പുതിയ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന ചേച്ചിക്ക് നല്ല ട്രോഫികളും നല്ല പൂമാലകളും കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലാണ് ഇവരുടെ ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ അമ്മ പറയുന്നു എൻ്റെ മകള് എന്താ പറയുക കുറെ കഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞു എൻ്റെ മകള് ബിഗ് ബോസിലൊന്നും കയറത്തില്ല, പക്ഷേ എൻ്റെ മകൾ കയറി, ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് അവർ പറയുന്നു. അച്ഛനും പറയുന്നു അതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ചെല്ലുന്നത് സഹോദരിയാണ്. സഹോദരി പറയുന്നു അവള് ഭയങ്കരവണ്ണം കഷ്ടപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. അതുമല്ല, ആരും ഇങ്ങനെയൊന്നും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടില്ല, ഇതുപോലെ എന്തോ പറയുക ത്യാഗങ്ങൾ സഹിച്ചിട്ടില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നുണ്ട്. അതും കേട്ടു നോക്കി. സർവൈവ് ചെയ്യാനാണെങ്കിൽ അവള്, എനിക്ക് തോന്നുന്നില്ല അതിലുള്ള ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആരും അതുപോലെ ഇവള് സർവൈവ് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം സപ്പോർട്ട് ചെയ്യേണ്ടോടത്തുനിന്നും കരുതൽ ലഭിക്കേണ്ടോടത്തുനിന്നും നിയമസംരക്ഷണം ലഭിക്കേണ്ട എല്ലായിടത്തുനിന്നും അവർക്ക് അവഗണനകൾ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ലഭിച്ചിട്ടുള്ളൂ. അതെങ്ങനെ രേണുവിന് കിട്ടും? നിങ്ങൾ തന്നെ പറ. ഈ രേണു അതുലിനെതിരെ കൊടുത്തത് ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു കേസ്, അതോടൊപ്പം തന്നെ ബിഷപ്പിനെതിരെ പറഞ്ഞത് അലിഗേഷൻ, ഫിറോസിനെതിരെ പറഞ്ഞ കാര്യം, ഇതൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും പൊട്ടന്മാരല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രേണുവിന് എങ്ങും ഒരു ഇത് കിട്ടാതിരുന്നത്. അല്ലാതെ അവരുടെ സ്വന്തം ജോലി നോക്കി പോകുന്നതിന് ഇവിടെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. അവർ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ അവർക്ക് സഹായം ചെയ്തവരെ അധിക്ഷേപിച്ചതിനാണ് എല്ലാവരും പറഞ്ഞത്. അത് ആദ്യം മനസ്സിലാക്കിയേ. ഇതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് എന്തോ അങ്ങ് വലിയ പുള്ളിക്കാരിയാണെന്ന് പറയാതെ കേട്ടോ. അതിൽ നിന്നൊക്കെ അവൾക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഇത്രയൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും അവൾ സർവൈവ് ചെയ്യും. ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ അവൾ ഇത്രത്തോളം എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ അവൾ സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞതേ ആരുടെയും സപ്പോർട്ട് ഇല്ലെന്നൊന്നും പറയണ്ട. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോ ഇടുന്നവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ചെന്നത്. ബിഷപ്പിന്റെ സപ്പോർട്ടുണ്ട്, അതോടെ ഫിറോസിന്റെ ഉണ്ട്, അവരുടെ വീടിന് വേണ്ടി സഹായിച്ച ഓരോരുത്തരുടെയും സപ്പോർട്ടുണ്ട്. ഇതില്ലാതെ അവർ പോത്തില്ല. ഇല്ല എങ്കിൽ ഇന്നും അവിടെ തന്നെ കിടന്നേനെ, ആ വാടക വീട്ടിൽ കിടന്നേനെ. അതാദ്യം മനസ്സിലാക്കുക. വലിച്ച് തള്ളല് കേട്ടോ. നിങ്ങളുടെ ചേണുവിന്റെ ഇതൊന്നും അല്ല, കഴിവൊന്നും അല്ല. അതാദ്യം മനസ്സിലാക്കുക. ലാലേട്ടൻ രേണുസുതി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഈ ബ്ലോഗേഴ്സ് കുറേ പേരിങ്ങനെ രേഷ്മ പി തങ്കച്ചൻ എന്നാണ് അവളുടെ ഒഫീഷ്യൽ നെയിം. അത് അറിഞ്ഞതിൽ പിന്നെ അവർ രേണുസുതി എന്ന് വിളിച്ചിട്ടില്ല. അവർ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ പേര് ഇവളുടെ രേണുവിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള രീതിയിൽ അത് വരുത്തി തീർത്തുകൊണ്ടാണ് അവരെല്ലാത്തിലും രേഷ്മ പി തങ്കച്ചൻ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം പറ.
ഈ പറയുന്ന രേണുവിന്റെ ഒഫീഷ്യൽ നെയിം എല്ലായിടത്തും കിടക്കുന്നത് രേഷ്മ പി തങ്കച്ചൻ എന്ന് തന്നെയാണ്. ഈ പറയുന്ന 2018 കൊല്ലം സുധിയെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലയോ ഈ രേണു സുധി എന്നായത്. അത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്തുവാ രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ചത് എന്തോ തെറ്റായി പോയോ? എന്തുവാ തങ്കച്ചൻ എന്ന് പറയുന്നത് എന്തോ കൊള്ളത്തില്ലേ? അതോ പി തങ്കച്ചൻ എന്ന് വിളിച്ചാൽ എന്തുവാ നിങ്ങൾക്ക് വേറെ ഏതാണ്ട് തോന്നുന്നുണ്ടോ? അതൊന്നുമില്ലല്ലോ. അത് നിങ്ങളുടെ തന്തയുടെ പേരും നിങ്ങളുടെ അനിയത്തിയുടെ സ്വന്തം പേരുമല്ലേ. അതിനിപ്പോ എത്ര പുച്ഛം തോന്നാൻ എന്തുവാ? അത് ബിഗ് ബോസ് വീടിനുള്ളിൽ മോഹൻലാൽ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നിയെന്ന്. അതങ്ങനെ വിളിക്കത്തുള്ളല്ലോ. ഇപ്പൊ അവരെ അറിയപ്പെടുന്നത് ഈ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ പേരല്ലേ അവർ വിളിക്കത്തുള്ളൂ. ആ പേരിലല്ലേ നിങ്ങൾ ഫേമസ്. അതുകൊണ്ട് ആ പേരല്ലേ വിളിക്കൂ. അതിനും വേറെ ഒരു ഡയലോഗ് അടിച്ചോണ്ട് വരിക. എന്തുവാ ഇത്? നിഗളത്തിന്റെയും അഹങ്കാരത്തിന്റെയും അങ്ങ് മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്നത് ആരാണെന്ന് നമ്മളോട് ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ. അത് രേണു തന്നെയാണ് കേട്ടോ. ഇനി എത്രയൊക്കെ കഴുകി മെഴുകിയാലും അത് തന്നെയാണ്. പക്ഷെ എന്ത് തന്നെ ആയാലും നിയമപരമായിട്ട് അവളുടെ ഹസ്ബൻഡാണത്. മാരേജിന് മുമ്പ് അത് ഒഫീഷ്യൽ നെയിമിൽ നമ്മുടെ ഫാദറിൻ്റെ നെയിം ചേർക്കുമെങ്കിലും മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ നെയിമാണ് ചേർക്കുന്നത്. അപ്പം അവളുടെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് രേണു സുധി എന്നുള്ള പേരാണ് അവൾ പിന്നീട് അത് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവർ എന്തോ അങ്ങനെ അല്ലല്ലോ. രേഷ്മ പി തങ്കച്ചെന്ന് കിടക്കുമ്പോൾ അച്ഛന്റെ പേര് മാറ്റി കഴിഞ്ഞാൽ രേഷ്മ എന്താ പറയാ വീട്ടുപേരുണ്ടെങ്കിൽ അത് ചേർക്കുക. അത് കഴിഞ്ഞ ശേഷം സുധി എന്ന് ചേർക്കണം വേണ്ടേ? അവിടെ രേണു സുധി എന്ന് ചേർത്തത് എന്തിനായിരുന്നു? അത് എന്തോ മറ്റേ വേറെ രീതിയിൽ എൻ്റെ സുധിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടൊക്കെയാണോ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഭാഗത്ത് വിട്. അത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നത്. അത് പോട്ടെ. അവളോടുള്ള എന്ത് ഇഷ്ടക്കേട് കൊണ്ട് അത് രേഷ്മ പി തങ്കച്ചൻ എല്ലാ വ്ളോഗിലൂടെയും അവരുടെ ഓരോ റിയാക്ഷൻ വീഡിയോസിലൂടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ലാലേട്ടൻ തന്നെ അവളെ രേണു സുധി എന്ന് വിളിച്ചപ്പം ഒരുപാട് സന്തോഷം തോന്നി. ഇനിയുമാണ് നമ്മുടെ തങ്കച്ചൻ ചേട്ടന്റെ ഒരു പറച്ചിൽ. അത് നിങ്ങൾ കേൾക്കണം. തങ്കച്ചൻ ചേട്ടൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ കേട്ടോ കേട്ടോ. രേണുവിൻ്റെ വിജയത്തിൽ ഇത് വിജയമെന്ന് തന്നെ പറയാം. കാരണം ഈ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എല്ലാവരും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് തന്നെ അറിയാം കൂടുതലായിട്ട് എന്തെല്ലാം ആരോപണങ്ങളും അല്ലേ. അതൊക്കെ സഹിച്ച് അവൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് വരെ എത്തിയത് അതിയായ സന്തോഷമുണ്ട്. അവളുടെ ജീവിതത്തിൽ അവൾ കാരണം അവളെ പോലെ വേറൊരാളെ വ്യക്തിയാണെങ്കിൽ ഇവിടെ എത്തപ്പെടത്തില്ലെന്നുള്ളത് എനിക്കറിയാം. കാരണം അവൾ അതുപോലൊരു മനസ്സ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ആര് പറയുന്നേ? നിങ്ങളുടെ മകളെക്കാട്ടിലും എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ അവിടെ എത്തിയിരിക്കുന്നത് അറിയാമോ? അനുമോളിലെയൊക്കെ നിങ്ങൾ നോക്കണം. അനുമോളുടെയൊക്കെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. കഴിഞ്ഞ സീസണിലുള്ള ഓരോ വ്യക്തികളെ നിങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കും. ഈ ഷോയിലും ഉണ്ട്. അവരൊക്കെ കഷ്ടപ്പാടിലൂടെയൊക്കെ വന്നതാ. അങ്ങനെയാണ് അവർ ഫേമസ് ആയത്. അല്ല നിങ്ങളുടെ മകളെ പോലെ അല്ല. കഷ്ടപ്പെടുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലയോ എന്റെ പൊന്നു തങ്കച്ചാ? എത്രയോ നാടോടി സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാനായിട്ട് അവർ കിടന്ന് കഷ്ടപ്പെട്ടുന്നുണ്ടെന്നറിയാമോ? അതൊക്കെയാണ് കഷ്ടപ്പാട്. അവരൊക്കെയാണ് അയൽ ലേഡി. അല്ലാതെ നിങ്ങളുടെ ഇതുപോലല്ല. നിങ്ങളുടെ മകള് സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർക്കെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതിനെ ഇങ്ങനത്തെ രീതിയിൽ അങ്ങോട്ട് പറയാതെ അത് വലിയ എന്തോ പറയുന്നത് അയൽ ലേഡി ആണെന്നും എന്തോ പിന്നെ ബുള്ളിങ് കിട്ടിയെന്നും ഒന്നും പറയരുത്. അത് വേറെ ഏതാ. നിങ്ങളുടെ മകള് പറഞ്ഞതിന്റെ പരിണിത ഫലം നിങ്ങളുടെ മകൾക്ക് കിട്ടി. ഇപ്പൊ ഒരു സ്ത്രീ ഒരു കൊല ചെയ്തെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തവരും എന്തോ ബോൾഡ് സ്ത്രീ ആവുമോ? ഇല്ലല്ലോ. അല്ല. അപ്പൊ ഈ സ്ത്രീയും അങ്ങനെ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ട് തന്നെയാണ് അതാണ് ഇവിടെ ബുള്ളിങ് കിട്ടിയത്. അവൾ അതുപോലെ ഒരു മനസ്സ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ എന്ത് ഒരു കാര്യം കേട്ടാൽ അത് അവളതിനെ വിലയിരുത്തി മറുപടി പറയാനും ഒക്കെ അവൾക്ക് ദൈവം തമ്പുരാൻ ഒരു എന്താ പറയുന്നത് പ്രത്യേക ഒരു കഴിവ് കൊടുത്തെന്ന് വേണം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് വിലയിരുത്തി അതിന് മറുപടി പറയാൻ എൻ്റെ മകൾക്ക് കഴിവ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. എന്ത് കഴിവാണ് കിട്ടിയത്? തുടക്കം തന്നെ ബിഷപ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പിന്റെ വസ്തു വിറ്റ് പോകാവുന്നത് നിങ്ങളെ അവിടെ താമസിപ്പിച്ചിട്ടാണ് മീഡിയക്കാർ ചോദിച്ചപ്പോൾ അതിനെ തട്ടി വിവേകത്തോട് മറുപടി പറഞ്ഞ് അതിനെ കളയേണ്ടി അറിയാമായിരുന്നല്ലോ നിങ്ങൾക്ക്. അത് വിട്ടിട്ട് നിങ്ങൾ അന്നേരം അവിടെ പറഞ്ഞത് അത് അങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ അദ്ദേഹത്തിനെ അവിടെ നിങ്ങൾ നാറ്റിച്ചു ഇല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം ചോർച്ചയുടെ കാര്യം പറഞ്ഞപ്പോഴും അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിവേകത്തോട് മറുപടി പറയാമായിരുന്നു. പിന്നെ ബിഷപ്പിനെ കുറിച്ച് പിന്നെ പറഞ്ഞൊരു അപവാദവും അവിടെ നിങ്ങൾക്ക് വിവേകത്തോടു കൂടി നിങ്ങൾക്ക് പെരുമാറാമായിരുന്നു. താജിനെ കുറിച്ച് തന്തയ്ക്ക് വിളിക്കുമ്പോൾ അവിടെയും വിവേകത്തോടു കൂടി പെരുമാറാമായിരുന്നു. അപ്പൊ വിവേകം എന്ന് പറയുന്നത് ഇല്ല. ചുമ്മാ ഇരുന്ന് തള്ളരുത് കേട്ടോ തങ്കച്ചോ, തള്ളരുതേ. അതുപോലെ അവൾ ചെയ്യുന്നിടത്തെല്ലാം വിജയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പം എന്നുള്ള നിലയ്ക്ക് ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാനൊരു കാര്യം പറയാം. മനുഷ്യൻ വേറെ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ ഈ ലോകത്ത് നിന്ന് താഴ്ത്തി കളയാനും അവരെ ഉയർത്തുവാനായിട്ട് നോക്കുകയുള്ളൂ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു നന്മയോ അല്ലെങ്കിൽ അവരെന്ത് കാരണമാണ് ഇത് ചെയ്യുന്നതെന്നുള്ള അറിയാതെയാണ് നമ്മളിൽ പലരും ആക്ഷേപങ്ങൾ ചൊരിയുന്നതും മറ്റുള്ളവരെ അല്ലെങ്കിൽ ഇതുപോലെ രേണുവിനെ ചുറ്റും നിന്ന് എന്താ പറഞ്ഞത്? ഇത് പറയാൻ യോഗ്യതയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? നിങ്ങൾക്ക് സഹായം ചെയ്തവരെ നിങ്ങൾ തന്നെ അല്ലയോടോ നാറ്റിച്ചത്? എന്നിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഇത് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണെന്ന് പറയുന്നത് പറഞ്ഞേ. നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും ഇത് ഇങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്?
നിങ്ങളുടെ കാര്യം വരുമ്പോൾ എല്ലാം ഓക്കെ അല്ലയോ? നിങ്ങൾക്ക് സഹായം ചെയ്തവരെ എല്ലാം നാറ്റിച്ചിട്ട് ഈ ഒരു വർത്തമാനം കൊള്ളാം. എന്തുവാ ഇത്? ഞങ്ങളൊക്കെ പൊട്ടന്മാരാന്ന് കരുതിയോ? പറയുന്നതിനൊക്കെ കുറച്ചൊക്കെ ഒരു ഇത് വേണോടോ. നാണമെന്ന് പറയുന്നത് ലെവലേശം ഉണ്ടോ? ചുറ്റും നിന്ന് എല്ലാവരും അതായത് ഈ ബ്ലോഗർമാരാണ് അതിനകത്ത് 1, 2, 3, 4 വ്യക്തികൾക്ക് ഇട്ട് കൊടുക്കുക, മറ്റുള്ളവരെല്ലാം എന്താ പറയുന്നത് വലിച്ചു കീറുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. അന്ന് ഞങ്ങൾക്ക് വലിയ ഒരു പ്രയാസമില്ല. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം നുണയാണ് കളവാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു എന്താ പറയുക തീച്ചൂളയിലൂടെ അല്ലേ കത്തിക്കൊണ്ടിരിക്കുന്ന തീച്ചൂളയുടെ നടുവിലാണ് രേണു ഇന്ന് ബിഗ് ബോസിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മളവിടെ അവർക്ക് തീച്ചൂളയുടെ അതിൽ കൂടെ കത്തിക്കൊണ്ട് കിടക്കുന്ന തീച്ചൂളയ്ക്കകത്തൂടെ ഒന്നും കയറാറായിട്ടില്ല. അത്രയും കയറിയായിരുന്നു നിങ്ങളുടെ മകളുടെ തനി സ്വഭാവം പുറത്തു വന്നേനെ. ഇനി ബിഗ് ബോസിന്റെ അകത്ത് നിങ്ങളുടെ മകൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞങ്ങൾ അറിയട്ടെ, ഞങ്ങളൊന്ന് കാണട്ടെ. ഇപ്പോഴെവിടെ രേണുസുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു മൂലയ്ക്കൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ അവർ പോയി ഒന്ന് മാന്തുമ്പോൾ വാ തുറക്കും. അതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനിയും വരാനിരിക്കുന്നല്ലോ ടാസ്ക്. അപ്പൊ നമുക്കറിയാം നിങ്ങളുടെ ഈ മകളുടെ തനി സ്വഭാവം. അപ്പോഴത്തേന് പൊങ്ങന്താനത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വന്നോ എല്ലാം പറഞ്ഞോളൂ. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മുഖംമൂടി അങ്ങനെ അണിഞ്ഞു വെച്ചാൽ മാത്രം പറ്റില്ലല്ലോ. ജനങ്ങളെ പൊട്ടന്മാരാക്കിയാൽ ഒരു പരിധി ഉണ്ടല്ലോ, അതൊക്കെ പുറത്തു വരും. എത്ര PR വെച്ചാലും ഞങ്ങളെയൊക്കെ വന്ന് എത്ര ആൾക്കാരുടെ വേറെ ID കൊണ്ടുവന്ന് തെറി വിളിപ്പിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഇപ്പൊ താജ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ മലയാളി മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അതിൽ താജ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അതിൽ അദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രേഷ്മ പി തങ്കച്ചന് എത്ര വയസ്സുണ്ടെന്നും അറിയാൻ പറ്റും. അതിൻ്റെ തന്തയാകാനുള്ള പ്രായം എനിക്കില്ല. നാളെ ഒരു സമയത്ത് തങ്കച്ചനോട് ഈ രേഷ്മ പി തങ്കച്ചൻ ചോദിക്കും, താൻ എൻ്റെ തന്തയാണോടോ ചോദിക്കും. കാരണം വസ്തു കൊടുത്ത ബിഷപ്പ് അത് ചോദിക്കും. താമസിക്കാതെ തന്നെ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ഈ അയലോക്കത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴേ ഈ പറയുന്ന ഈ തങ്കച്ചനെയും അവരുടെ അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയോടും നാട്ടുകാരോടും ഒക്കെ ഈ രേഷ്മ കാണിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് താമസിക്കാതെ ഇത് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. പിന്നെ തന്തയ്ക്ക് വിളിച്ചു, വസ്തു കൊടുത്ത ബിഷപ്പിനെ തന്തയ്ക്ക് വിളിച്ചു. വാക്കിന് വ്യവസ്ഥയില്ലാത്തവൻ വാക്കുകൾ മാറ്റി പറയുന്നത്. തന്തയ്ക്ക് വിളിച്ചു. വീട് പണി കൊടുത്ത ഫിറോസിനെ തന്തയ്ക്ക് അവർ അപ്പൻ വിളിച്ചതിന്റെ വോയിസ് റെക്കോർഡ് എൻ്റെ കിടപ്പുണ്ട്. അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ സമ്പ്രദായമുണ്ട്, സർക്കാർ കൊണ്ടുവന്ന അമ്മത്തൊട്ടിൽ. അതൊരു ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് 24 വാരിയെല്ലുകൾ ഒടിയുന്ന വേദനയോട് കൂടിയാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ആ ഒരു കുഞ്ഞിനെ എങ്ങനെ നടതള്ളാൻ ഒരു അമ്മയ്ക്ക് സാധിക്കും? അതെ, അത് സത്യം തന്നെയല്ലേ. നമ്മുടെ മുമ്പിലേക്കാണ് ആ കൊച്ചിനെ പിടിച്ചു വലിച്ചെറിഞ്ഞു തന്നത്. കൊണ്ട് നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് പിന്നെ ബിഷപ്പിനെതിരെ പറഞ്ഞത്, ഫിറോസിനെതിരെ പറഞ്ഞത്, ഈ പറയുന്ന താജിനെതിരെ പറഞ്ഞത്, ഇതൊക്കെ ഞങ്ങളിത് കേൾക്കുന്നതല്ലേ. ഞങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. എന്നിട്ട് ഇപ്പം വലിയ എന്തോ അങ്ങ് മാന്യതയുടെ അങ്ങ് മുഖംമൂടി ഇട്ടോട്ട് ഇങ്ങോട്ട് വരരുത്. ഇനി വേണം ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും കണ്ടതാണ് സുധിയുടെ കൂടെ. ഇനി ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മൾ എല്ലാവരും കണ്ടതാണ് സുധിയുടെ സുധിയുടെ കൂട്ടുകാരൻ വന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഇവർക്ക് 4000 രൂപ കൊടുക്കാനുണ്ട്, ഈ രേണു ഒക്കെ കൊടുക്കാനുണ്ട്, അതെനിക്ക് വേണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇനി നിങ്ങൾ കേൾക്കേണ്ടത്. അതിൻ്റെ അകത്ത് പറയുന്നത്, ഈ പറയുന്ന രേണു താജിനെ വിളിച്ചിട്ട് ഈ പറയുന്നവൻ ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയണേ. അതായത് ഒരു ഹണി ട്രാപ്പ് മാതൃക. ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇവരുടെ ജീവിതത്തിലുണ്ട്. അത് താമസിക്കാതെ പുറത്തു വരിക തന്നെ ചെയ്യും. ഹണി ട്രാപ്പ് ചില്ലറ കളിയല്ല, അത് പുറത്തു വരും. രേഷ്മ പി തങ്കച്ചൻ ഈ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഈ സുധി ചേട്ടന്റെ കൂട്ടിരിക്കുന്ന ഒരാൾ എന്നെ തിരുവനന്തപുരത്ത് എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നു, എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വേറെ പുതിയ വെളിപ്പെടുത്തലാണ് ഞാൻ പറയുന്നത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ചു, മോനെ എന്താ വിഷയം, ഞാൻ ഇന്ന ആളാണ്, എന്താ വിഷയം ചോദിച്ചു. അപ്പം പറഞ്ഞ് ഞാൻ സുധിയുടെ ഫോട്ടോയും രേണുവിൻ്റെ ഫോട്ടോയും കൂടെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അയച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ പരിചയമായി. ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ ആ ഇളയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് എന്നൊക്കെ സുധിയുടെ കൂട്ടാണ് അവരിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ്റെ ട്രൂ കോളറിൽ നോക്കിയപ്പോൾ അവൻ്റെ ഫോട്ടോ വന്നു. എങ്ങനെ ഇരിക്കുന്നു കേട്ടോ. ഇനി ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. തൊടുപുഴയിലുള്ള ഒരു പയ്യൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്ന രീതിയിലും പറയുന്നുണ്ട്. അതിനും കാരണമുണ്ട്, അത് അന്വേഷിക്കുന്ന പറഞ്ഞേക്കുന്നത്. അതിന് കാരണവും ഈ ഹണിയാണ്. തേൻ കാറ്റ് അതൊക്കെ പുറത്തു വരും താമസിക്കാതെ. തൊടുപുഴയുള്ള ഒരു പയ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തിന് അത് ചോദ്യമുണ്ട്. എന്തിന് അത് താങ്കൾ ആ രേണു സുധിയോട് തന്നെ ചോദിക്കണം, രേഷ്മ പി തങ്കച്ചനോട് തന്നെ ചോദിക്കണം ഉറപ്പായിട്ട്. എനിക്കറിയാം എന്തിനെന്ന്.
രാത്രി എന്നെ വിളിച്ച് എൻ്റെ ഭാര്യ പറയും നിങ്ങൾ എന്തിനാ രാത്രി ഇവർ വിളിക്കുന്നതെന്ന്. ഇവർ പറഞ്ഞത് എന്നെ വിളിച്ചിട്ടേ ഇല്ലെന്ന്. ഞാനതിലെ പറഞ്ഞു അവരുടെ ഫോൺ പരിശോധിക്കാൻ അവർ തയ്യാറാണോ? അവർക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ അല്ല, അതിന് മുമ്പിൽ എത്ര നമ്പറുകൾ അവരെടുത്തിട്ടുണ്ട്. ആ ടെലിഫോൺ നമ്പറുകളൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടല്ലോ. ഈ തിരുവനന്തപുരത്തുള്ള വ്യക്തി ഇങ്ങനെ വിവാഹ വാഗ്ദാനം ആവശ്യപ്പെട്ടിരുന്നു, വിവാഹം കഴിക്കണം താല്പര്യം? എനിക്ക് അവൻ കല്യാണം കഴിച്ചതാണ്, അവൻ്റെ കുഞ്ഞുള്ളതാണ്. എനിക്ക് അവൻ അങ്ങനെ ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് നല്ല പയ്യൻ, അവൻ സംസാരിച്ച് ജെന്യൂൻ തോന്നി. അവന് ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ്. ഇന്ന് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പൈസ കൊടുത്ത ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ച് അവൻ രാത്രി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ ഇവരെനിക്ക് നമ്പർ തന്നു. ഞാൻ അവനെ വിളിച്ചു. അവൻ എന്തോ മോനെ വിഷയം, അവനെ പറഞ്ഞു ഞങ്ങൾ സുധിച്ചേട്ടനുള്ളപ്പോൾ പോലെ ഞാൻ ആ വീട്ടിൽ മാസങ്ങളോളം താമസിച്ച വ്യക്തിയാണ്. ഇక ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ഞാൻ പറഞ്ഞു ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല മോൻ, അങ്ങനെ ചെയ്യരുത്. ചെയ്താൽ നിന്റെ കുടുംബത്തിന് പോയി നിന്റെ വീട്ടുകാർക്ക് പോയി നീ അങ്ങനെ ചെയ്യരുത്. ഇത് ഞാൻ പറയുന്നത് ഗോഡ് പ്രോമിസ്, ഞാൻ സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. എന്തിന്? മനസ്സിലായോ? അങ്ങനെ തൊടുപുഴയിലുള്ള പയ്യൻ മാത്രമല്ല, പലരുമുണ്ട്. ഇത് താമസിക്കാതെ ആർക്കൊക്കെയാണ് അനുഭവസ്ഥരെന്നുള്ളതെല്ലാം പുറത്തു വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ നമ്പർ പലരും ഫോൺ വന്നാൽ പോലും എടുക്കാനായിട്ട് ഭയപ്പെടുന്നു. ഇവരുടെ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ എടുത്ത് സംസാരിക്കാൻ പലരും ഭയപ്പെടുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടെല്ലാം ഈ പറയുന്ന ഹണി ട്രാപ്പ് രീതിയിലാണ് പോകുന്നത്. ഇത് എന്തുവായാലും തേഞ്ഞൊട്ടും. കാരണം ഒരാളെ നമുക്ക് പറ്റിക്കാൻ പറ്റും, ഒരു കൂട്ടം ജനങ്ങളെ പറ്റിക്കുന്നത് എങ്ങനായിരിക്കും? അതുകൊണ്ട് തന്നെ ഇത് പുറത്തു വരും. എൻ്റെ പൊന്നു രേണുസുതി, ബിഗ് ബോസിനുള്ളിലും പോയി മുഖംമൂടികൾ ധരിച്ചു നിൽക്കുമ്പോൾ വെളിയിൽ PR വർക്കിന് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ആൻഡ് കമന്റ് അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും